വർക്ക് പ്രഷറും ഇല്ല, ഒന്നുമില്ലാതെ സൺഡേ നന്നായിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഒരു അലാറം പണി തന്നു. അതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങിയപ്പോഴാണ് അന്ന് അത് സംഭവിച്ചത്. ഗുഡ് ആഫ്റ്റർനൂൺ അബി. ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കണ്ട് കിടക്കാതെ എണീറ്റ് പോകും. അതെന്തായിരിക്കും സ്വപ്നം കണ്ടുകൂടെ? ഞാൻ റിപ്ലൈ കൊടുത്തു. എത്ര വേണമെങ്കിലും കണ്ടോ, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. ഇന്ന് നമുക്കൊരു ചലഞ്ച് ഡേ ആണ്. ഒരു AI ആയ നീ എന്നെ ചലഞ്ച് ചെയ്യുന്നു. സംഭവം എന്നാന്ന് അറിഞ്ഞിട്ടില്ല വ്യക്തി. നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഇന്ന് എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തിരിക്കണം. ഞാൻ നിന്റെ ലൈഫിൽ ഇന്ന് എന്ത് നടക്കുമെന്ന് തീരുമാനിക്കും. എന്തോ പണി വരുന്നുണ്ടെന്ന് മനസ്സിലായി. അതെ, പണി തന്നെയാണ്. ആദ്യം അടുത്ത് കിടക്കുന്ന ഹെഡ്സെറ്റ് എടുത്ത് എന്തെങ്കിലും പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിക്ക്. കുറച്ച് ബോധം വരട്ടെ. ഡാൻസ് കളിച്ചത് ഒന്ന് വെറുപ്പിക്കാതിരിക്കാമോ? എഴുന്നേറ്റ് പോയി ഫ്രഷ് ആകടാ. ദിസ് ടൈം ഫോർ ബ്രഷിംഗ്. വളരെ മടി പിടിച്ച് കിടന്നിറങ്ങിയ എന്നെ ജെമിനി വിളിച്ചുണർത്തി പല്ല് തേപ്പിക്കുകയാണ്. ഒന്ന് പെട്ടെന്നാവട്ടെടാ. എന്റെ പൊന്നു, ഒന്ന് പോയി കുളിക്കോ. ഓക്കെ, കുളിക്കാം. അങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നേരെ ഷവർ യൂസ് ചെയ്യാൻ പോയപ്പോൾ എവിടെ പോകുന്നു? വെള്ളമില്ലാതെ ഷാമ്പു മാത്രം ഉപയോഗിച്ച് കുളിക്കണം. അങ്ങനെ അവിടെ കിട്ടിയിട്ട് ഷാമ്പു എടുത്ത് അതിലുള്ള ലിക്വിഡ് മൊത്തം ഊറ്റിയെടുത്തിട്ട് അതെങ്ങനെയോ തലയിൽ തേച്ച് കുളിക്കാനായിട്ട് നോക്കി. പക്ഷെ പത മാത്രമല്ലേ വരത്തുള്ളൂ, കുളിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ അവസാനം ജെമിനിയെ പറ്റിച്ച് ഒരു കുളിയും കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്ത് ലോജിക്കില്ലാത്ത ടാസ്കുകളാണോ. എന്തായാലും ഐ എം വെരി ഹാപ്പി ടു സീ മൈ ഫേസ് ആഫ്റ്റർ എ ബാത്ത്. അങ്ങനെ ഒരു കപ്പ് ചായയുമായിട്ട് ചെയറിൽ വന്നിരുന്ന എന്നോട് ജെമിനി പറഞ്ഞത്, എന്താ മോനെ, ചായ കുടിക്കാനാണോ പ്ലാൻ? എന്നാൽ നീ ഇന്ന് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉള്ള നാരങ്ങ വെള്ളം കുടിക്കാലോ എന്ന് ഓർത്ത് എനിക്ക് തെറ്റി. നാരങ്ങ മാത്രമാണ്. നാരങ്ങ മാത്രവും, അതും രാവിലെ നാരങ്ങ. സമയം ഉച്ചയായടാ പൊട്ട. ചലഞ്ച് ഈസ് ചലഞ്ച്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അങ്ങനെ നാരങ്ങ തപ്പി ഇറങ്ങിയ ഞാൻ അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റഡ്. നാരങ്ങ കുടിക്കുന്നു, നവരസങ്ങൾ തെളിയുന്നു, വെറുക്കുന്നു. അടുത്തതായിട്ട് ഞാൻ 5 വർഷത്തിൽ കൂടുതലായിട്ട് മെസ്സേജ് അയക്കാത്ത എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനൊരു വിയേർഡ് ആയിട്ടുള്ള മെസ്സേജ് അയക്കണം. അതും ഒരു ഗേൾ ആയിട്ടുള്ള ഫ്രണ്ടിന്. ഞാൻ നോക്കിയ ടൈമിൽ എന്തായാലും സേഫ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരാളെ ഉള്ളൂ. ആൾക്ക് തന്നെ ഒരു വിയേർഡ് ആയിട്ടുള്ള സ്റ്റിക്കർ അയച്ചു. എന്തൊക്കെ പറഞ്ഞാലും കുറെ നാളായിട്ട് മെസ്സേജ് അയക്കാണ്ടിരിക്കുകയില്ലേ, അതും ഒരു വിയേർഡ് മെസ്സേജ് അയച്ചാൽ ആരായാലും റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് ആ മെസ്സേജ് വന്നത്. ഷീ അക്സെപ്റ്റഡ് വെരി സ്വീറ്റ്ലി. ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. എന്തായാലും ആ ടാസ്ക് കംപ്ലീറ്റ് ആയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ജെമിനിയോട് 2 അഹങ്കാരത്തിൽ ഡയലോഗ് അടിച്ചു തന്നു. നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അത്രയ്ക്കായോ നീ? ഏതെങ്കിലും ഒരു ചെടി കണ്ടുപിടിച്ച് അതിനോട് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സംസാരിക്കണം. അടിപൊളി. എന്നെ വട്ടാക്കാനുള്ള എല്ലാ വകുപ്പും ജെമിനി ഒപ്പിക്കുന്നുണ്ട്. മുമ്പിൽ ഇപ്പൊ കണ്ടത് ഒരു തുളസിയാണ്. അപ്പൊ തുളസിയുടെ ദിനം സംസാരിക്കാം. ഹലോ തുളസി, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ തുടങ്ങി ഒരു AI പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും ചെയ്യാനുള്ള ഗട്സ് എന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഫൈനലി ഇത്രയും ക്രിഞ്ച് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ സന്തോഷത്തില് ജെമിനിയായിട്ട് വീണ്ടും വെല്ലുവിളി അടുത്ത ടാസ്കിനായിട്ട്. ഇനി നീ അടുത്ത ക്രിക്കറ്റ് കളിക്കണം. ബാറ്റിങ്ങും ബോളിങ്ങും ക്യാച്ച് പിടിക്കുന്നതും എല്ലാം നീ തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? ആക്ഷൻ അല്ലേ, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ജെമിനിക്ക് അറിയില്ലല്ലോ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. വർഷങ്ങൾക്ക് മുന്നേ ക്രിക്കറ്റ് കളിച്ച ബാറ്റ് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ബാറ്റൊക്കെ റെഡിയാക്കി നിന്നപ്പോഴാണ് ബോളിംഗ് ആദ്യം ചെയ്യണമെന്നുള്ള ബോധം വന്നത്. അഭിനയിക്കുന്നുണ്ടല്ലോ, ഒന്ന് സിനിമയിൽ ചാൻസ് ചോദിക്കായിരുന്നില്ലേ? ടാസ്ക് ഇതാ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. നീ ഒരു 100 പുഷപ്പ് എടുത്ത് കാണിക്കും. പെണ്ണെ നീ നിർത്തിക്കോ, നീ ഒരു മെൻ ഈഗോയാണ് ഹെർട്ട് ചെയ്തത്. അങ്ങനെയൊന്നും തളരത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന നമ്പർ ഞാൻ എടുത്തിരിക്കും. അപ്പോൾ എൻ്റെ ഈ AI എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതൊന്നും അഥവാ സ്വന്തമായിട്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ കണ്ട എല്ലാവർക്കും ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഇതുപോലുള്ള AI വീഡിയോകൾ, AI കൊണ്ട് ഇനി ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാം ഇതുപോലുള്ളത്. അപ്പോൾ ശരി, ബൈ ബൈ.